ബാഗേശ്വർ ധാമിലെ പീഠാധീശ്വർ പണ്ഡിറ്റ് ധീരേന്ദ്ര കൃഷ്ണ ശാസ്ത്രി ഇങ്ങനൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം കാശിയിലെത്തി. ചിലപ്പോൾ പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടായിരിക്കാം ഇതൊക്കെ എന്ത് തരം വാർത്തയാണ്, ഈ ശാസ്ത്രിയുടെ വാർത്തയൊക്കെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇതേ പ്രേക്ഷകരാണ് റംസാൻ ദിനത്തിൽ പാളയം ഇമാമിൻ്റെ പ്രസംഗം വളരെ ഗംഭീരമായിരുന്നു വീക്ഷിക്കുന്നത്, പള്ളിയിൽ അച്ഛന്മാരുടെ പ്രസംഗം ഇരുന്ന് വീക്ഷിക്കുന്നത്. അവർ പറയുന്ന വാർത്തകളും അവർ പറയുന്ന വാക്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി മാധ്യമങ്ങൾ കൊടുക്കുന്നത് കേൾക്കുന്നത്. എന്തായാലും ഇപ്പോൾ അതേപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു നേതാവാണ്, അല്ലെങ്കിൽ ഒരു മതപണ്ഡിതനാണ് ഈ ബാഗേശ്വർ ധാമിലെ പീഠാധീശ്വർ പണ്ഡിറ്റ് ധീരേന്ദ്ര കൃഷ്ണ ശാസ്ത്രി എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥനകൾ നടത്തി. സന്തോഷ് ദാസ് സത്വ ബാബ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ദർശനത്തിന് ശേഷം അദ്ദേഹം സത്വ ബാബ ആശ്രമത്തിലെത്തി. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്ന നിരവധി ആൾക്കാർ അവിടെ വന്നു ചേർന്നു. ഈ സമയത്ത് ഇദ്ദേഹം മാധ്യമങ്ങൾക്ക് ഒരു ബൈറ്റ് കൊടുത്തു. മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്തതിൽ നേപ്പാളിലെ അശാന്തി, ബംഗ്ലാദേശിലെ കൂട്ടക്കൊല, സനാതനധർമ്മം എന്നിവയെക്കുറിച്ച് അദ്ദേഹം നിരവധി വലിയ പ്രസ്താവനകളാണ് നടത്തിയത്. നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും സംഭവങ്ങളിൽ നിന്ന് ഇന്ത്യ പാഠം പഠിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യയിലെ ഹിന്ദു ഐക്യത്തിൻ്റെ പ്രവർത്തനം വളരെ പ്രധാനമാണ്. ഇന്ത്യ ഒരു പ്രഖ്യാപിത ഹിന്ദു രാഷ്ട്രമാക്കേണ്ടത് വളരെ പ്രധാനമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകുന്നതിനായി നവംബർ 7 മുതൽ നവംബർ 16 വരെ പദയാത്ര നടത്തുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ലോകത്ത് സമാധാനത്തിലുള്ള ഏക മാർഗം ഹിന്ദു രാഷ്ട്രമാണ്. ഹിന്ദുത്വം എന്നത് മനുഷ്യത്വത്തിൻ്റെ ഒരു പ്രത്യയ ശാസ്ത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി കാവി വസ്ത്രം ധരിച്ചവർക്ക് രാഷ്ട്രീയക്കാരനാകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മുഖ്യമന്ത്രി യോഗിയെ പ്രശംസിച്ചുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. യോഗി ബാബ അദ്ദേഹം വളരെ നല്ല വ്യക്തിയാണ്, മോശം തോന്നുന്ന ആർക്കും നമ്മുടെ മാളികയിലേക്ക് വരാം എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രധാനമന്ത്രിയുടെ അമ്മയെക്കുറിച്ചുള്ള പരാമർശത്തെക്കുറിച്ച് എല്ലാവരുടെയും അമ്മ ആരാധനയ്ക്ക് അർഹരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എല്ലാവരുടെയും അമ്മമാരെയും ബഹുമാനിക്കണം, ആരും ഒരമ്മയും അപമാനിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞത്. പോരാത്തതിന് അദ്ദേഹം പറഞ്ഞത് ഇവിടെ പിടിച്ചുപറിക്കാരൻ, കൊള്ളക്കാരൻ, അങ്ങനെ ജനങ്ങളെ വഞ്ചിക്കുന്ന എല്ലാവർക്കും രാഷ്ട്രീയക്കാരാവാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ കാവി ധരിച്ച ഒരു സന്യാസിക്ക് എന്തുകൊണ്ട് രാഷ്ട്രീയക്കാരനായിക്കൂടാ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ $1 മില്യൺ ചോദ്യം എന്ന് പറഞ്ഞത്. എന്തു തന്നെയായിരുന്നാലും നേപ്പാളിലെ അശാന്തിയിൽ നിന്ന് ഇന്ത്യക്കാണ് പാഠം പഠിക്കാനുള്ളത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇന്ന് ദേശീയ മാധ്യമങ്ങൾ കൂടുതൽ ചർച്ചയാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.